ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായി ഈ വർഷം ഗുരുവായൂർ ദേവസ്വം നന്ദൻ കോലമേറ്റുമ്പോൾ 2011 പൂരത്തിന് ആദ്യമായി പാറമേക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ നന്ദന് ഒരു ദശാബ്ദത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. മാത്രമല്ല, തൃശൂർ പൂരം പ്രൗഢഗംഭീരമാക്കാൻ പുന്നത്തൂർ കോട്ടയിലെ ആനത്താവളത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ് ഗുരുവായൂരപ്പന്റെ ഗജകുടുംബത്തിലെ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ ആനകൾ. സിദ്ധാർത്ഥൻ, രാജശേഖരൻ, കൃഷ്ണനാരായണൻ, ജൂനിയർ വിഷ്ണു, ഗോപികൃഷ്ണൻ, ഇങ്ങനെ 5 ഗജകേസരികൾ. പൂരനഗരിയിൽ മേളവും വർണ്ണങ്ങളും വിസ്മയം തീർക്കുമ്പോൾ അവയ്ക്കൊക്കെ അഴക് കൂട്ടുന്നത് നിരനിരയായി ഒരുങ്ങിയ ഈ ഗജവീരന്മാർ തന്നെയാണ്. തൃശൂർ പൂരത്തിനെത്തുന്ന ഗുരുവായൂരിലെ ഗജകേസരികൾ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയും. തൃശൂർ പൂരത്തിന് കണ്ണന്റെ ഗജകേസരികളുടെ സാന്നിധ്യം അതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. 85 കൊല്ലം മുൻപ് ഗജരാജൻ ഗുരുവായൂർ കേശവനെ തൃശൂരിലേക്ക് ഏൽപ്പിച്ചത് 25 രൂപ ഏക്കത്തിനായിരുന്നു. അന്ന് സാമൂതിരിയുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഗുരുവായൂർ. പാറമേക്കാവിനും തിരുവമ്പാടിക്കും ഒന്നിടവിട്ട വർഷങ്ങളിലായിരുന്നു അക്കാലത്ത് ഗുരുവായൂരപ്പന്റെ ആനകളെ അയച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ഭരണം നടത്തിയിരുന്ന സാമൂതിരി ഭരണകാലത്തെ ചരിത്രരേഖകളിൽ നിന്ന് അത് വ്യക്തമാണ്. ആനകൾ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ടവയാണ്. ഈ സന്നിധിയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളിലൂടെ ഗുരുവായൂരപ്പൻ അവരുടെ പ്രാർത്ഥനയുടെ ഫലം സഫലീകരിച്ചു കൊടുക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ആനകളെ നടക്കിരുത്തുന്ന ആ പ്രത്യേക വഴിപാടിന് പ്രസക്തിയും ഏറുകയാണ്. ഭക്താവതംസം കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയുടെ ഉപദേശപ്രകാരം ഗുരുവായൂരപ്പനെ ഭജിച്ച് സന്താന സൗഭാഗ്യം ലഭിച്ച ചെറുകുന്നത്ത് നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ നടയിരുത്തിയ വലിയ പത്മനാഭൻ എന്ന ഗജകേസരി. മാപ്പിള ലഹളക്കാലത്ത് കോവിലകത്തെയും രാജകുടുംബത്തെയും രക്ഷിച്ച ഗുരുവായൂരപ്പന് പ്രാർത്ഥനയോടെ 1922 ജനുവരി 6 ഭക്തനായ നിലമ്പൂർ കോവിലകം വലിയ തമ്പുരാൻ നടയിരുത്തിയ ഗജരാജൻ ഗുരുവായൂർ കേശവൻ. 1954 നവംബർ 18 ഗുരുവായൂരപ്പ ഭക്തരായ പാലക്കാട് എടത്തറ EP മാധവൻ നായരും കുടുംബവും നടയിരുത്തിയ പത്മനാഭൻ. 1996 മെയ് 23 ഗുരുവായൂർ SBT ജനറൽ മാനേജറായിരുന്ന നന്ദകുമാർ എന്ന ഭക്തൻ നടയിരുത്തിയ ഗുരുവായൂർ നന്ദൻ. ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടം പറ്റി ഭഗവാന്റെ അനുഗ്രഹം നേടിയ 4 ആനകൾ തൃശൂർ പൂരത്തിന് പാറമേക്കാവിലേക്കും തിരുവമ്പാടിയിലേക്കും വർഷങ്ങൾ തോറും മാറി മാറി കോലമേറ്റി സാരഥികളായ ഗജകേസരികളാണ്. 85 വർഷം മുൻപ് 1938 തൃശൂർ പൂരത്തിന് ഗുരുവായൂർ കേശവന് 25 രൂപ ഏക്കം നൽകി മുൻകൂറായി ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ കേശവന് മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ ആ സമയത്ത് കണ്ടതിനാൽ അന്ന് എഴുന്നള്ളിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏക്കം തിരിച്ചു നൽകിയ വളരെ രസകരമായ ഒരു കഥയും സാമൂതിരി രേഖകളിൽ പഴമയുടെ പെരുമയിൽ ചരിത്രരേഖകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പത്മനാഭനും ഗജരാജൻ കേശവനും ഗജരത്നം പത്മനാഭനും കാലയവനികയ്ക്കുള്ളിൽ മൺമറഞ്ഞു പോയി എങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഗുരുവായൂരിന്റെ ആ ഒരു സാന്നിധ്യം അറിയിക്കാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടെ പാറമേക്കാവിൽ അമ്മയുടെ തിടംപേറ്റാൻ കേരളത്തിന്റെ അഭിമാനം കൂടിയായ ഗുരുവായൂർ നന്ദനും സിദ്ധാർത്ഥനും രാജശേഖരനും കൃഷ്ണനാരായണനും ദേവദാസും പൂരനഗരിയിൽ അണിനിരക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂരത്തിന് തലയെടുപ്പോടെ കോലമേറ്റിയും പറ്റാനകളായും ഒക്കെ നിറഞ്ഞു നിന്ന മൺമറഞ്ഞ ഗുരുവായൂരപ്പന്റെ ഗജകേസരികളുടെ ഓർമ്മയിൽ പൂരനഗരി ആഹ്ലാദത്തിൽ അമരും. തൃശൂർ പൂരത്തിന് 15 ആനകൾക്ക് നടുവിൽ പാറമേക്കാവിലമ്മ ശിരസിലേറ്റി പൂരം മനോഹരമാകുമ്പോൾ ഈ വർഷവും നന്ദനിലൂടെ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം പൂരനഗരിയിൽ നിറഞ്ഞു കവിയും. എന്തായാലും ആനകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആനകളെ വളരെ സുരക്ഷിതരായി തന്നെയാണ് പൂരനഗരിയിലൊക്കെ കൊണ്ടുവരേണ്ടത്. ആ നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആനകൾ ഇന്നും പൂരനഗരിയിൽ എത്തുന്നത്. ആ കാഴ്ചകൾ കണ്ട് തൃശൂർ നിവാസികൾ ഇന്ന് അവരുടെ മനസ്സ് നിറയ്ക്കുന്ന സായം സന്ധ്യയാണ്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.